ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റായ ദ വിങ്സ് ഓഫ് ഡ്രീംസ് എന്നതിലെ രണ്ടാമത്തെ പാഠമാണ് കേട്ടോ. റെയിൻ ഇൻ സമ്മർ എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ ലഭിക്കുന്നതാണ്. ഇനി ഇംഗ്ലീഷിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. റെയിൻ ഇൻ സമ്മർ. റെയിൻ എന്ന് വെച്ചാൽ എന്താണ് മക്കളെ? മഴ അല്ലേ. സമ്മർ എന്ന് വെച്ചാൽ വേനൽ. അപ്പോൾ വേനലിൽ പെയ്യുന്ന ഒരു മഴ, വേനലിലെ ഒരു പുതുമഴയെക്കുറിച്ചുള്ളതാണ് ഈ കവിത കേട്ടോ. How beautiful is the rain after the dust and heat, in the broad and fiery street, in the narrow lane, how beautiful is the rain. How it clatters along the roofs like the tramp of hoofs, how it gushes and struggles out from the throat of the overflowing spout. Across the window pane it pours and pours, and swift and wide with a muddy tide, like a river down the gutter roars, the rain, the welcome rain. അപ്പോൾ നമുക്കിതിൻ്റെ മീനിങ് നോക്കിയാലോ ഇനി. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ. അപ്പോൾ പോയറ്റ് പറയണത് ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ, ഈ മഴ എത്ര മനോഹരമാണ്. ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ്, എന്തിനൊക്കെ ശേഷം? ഡസ്റ്റ്, പൊടിക്കും ചൂടിനും ശേഷമുള്ള ഈ മഴ എത്ര മനോഹരമാണ്. അപ്പോൾ വേനലിൽ പെയ്യുന്ന മഴയാണ്. വേനൽക്കാലം നമുക്കറിയാം നല്ല ചൂടായിരിക്കും, അതുപോലെ പൊടി പാറുന്ന സീസണാണ് അല്ലേ. അപ്പോൾ ആ പൊടിക്കും ചൂടിനും ശേഷമുള്ള ഈ മഴ എന്ത് മനോഹരമാണെന്ന് പോയറ്റ് പറയുകയാണ്. ഇൻ ദ ബ്രോഡ് ആൻഡ് ഫെയറി സ്ട്രീറ്റ്. ബ്രോഡ് എന്ന് വെച്ചാൽ വീതിയുള്ള, വലിയ. ഫെയറി സ്ട്രീറ്റ്, ഫെയറി എന്ന് വെച്ചാൽ തീ പിടിച്ച എന്നാണ് കേട്ടോ ശരിക്കുള്ള വേർഡ് മീനിങ് എന്ന് പറയുന്നത്. സ്ട്രീറ്റ് എന്ന് വെച്ചാൽ തെരുവ്. അപ്പോൾ തീ പിടിച്ച തെരുവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത്രയ്ക്ക് ചൂടും തിരക്കും കൂടിയിട്ടുള്ള ഈ തെരുവ്. അപ്പോൾ വലിയ ചൂടും തിരക്കും ഒക്കെ കൂടിയിട്ടുള്ള ഈ തെരുവിൽ പെയ്യുന്ന മഴ എത്ര മനോഹരമാണ്. ഇൻ ദ നാരോ ലെയിൻ. നാരോ എന്ന് വെച്ചാൽ ഇടുങ്ങിയ, ഇടവഴികളിൽ പെയ്യുന്ന മഴ എത്ര മനോഹരമാണ്. ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ദ റെയിൻ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് പൊടിക്കും ചൂടിനും ശേഷമുള്ള ഈ മഴ. അതുപോലെ തന്നെ എവിടെയാണ് പെയ്യുന്നത്? നല്ല തിരക്ക് പിടിച്ച തെരുവുകളിലും അതുപോലെ ഇടവഴികളിലും ഒക്കെ പെയ്യുന്ന ഈ മഴ എത്ര മനോഹരമാണ് എന്നാണ് പോയറ്റ് പറയുന്നത്. ഹൗ ഇറ്റ് ക്ലാറ്റേഴ്സ് അലോങ് ദ റൂഫ്സ്. ഈ മഴ എന്ത് ചെയ്യുന്നു? മേൽക്കൂരകളിൽ പതിക്കുന്നു അല്ലെ. വീടിൻ്റെയൊക്കെ മേൽക്കൂരകളിൽ പതിക്കുമ്പോഴുള്ള ശബ്ദമാണ് ക്ലാറ്റേഴ്സ്. ക്ലാറ്ററിങ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ക്ലാറ്റേഴ്സ് അലോങ് ദ റൂഫ്. റൂഫ് എന്ന് വെച്ചാൽ മേൽക്കൂര. മേൽക്കൂരയിൽ പതിക്കുന്നു. ലൈക്ക് ദ ട്രാമ്പ് ഓഫ് ഹൂഫ്സ്. എങ്ങനെയാണ് മേൽക്കൂരയിൽ പതിക്കുന്ന ഈ മഴയുടെ ശബ്ദം? ലൈക്ക് എ ട്രാമ്പ് ഓഫ് ഹൂഫ്സ്. ട്രാമ്പ് എന്ന് വെച്ചാൽ ചവിട്ടുക, ചവിട്ടുന്നതിനാണ് ട്രാമ്പ് എന്ന് പറയുക. ഓഫ് ഹൂഫ്സ്, ഹൂഫ്സ് എന്ന് വെച്ചാൽ കുളമ്പ്. അപ്പോൾ കുതിര ഓടുന്ന സമയത്ത് വേറൊരു ശബ്ദമല്ലേ മക്കളുള്ളത്, കുളമ്പടി ശബ്ദം. ആ ശബ്ദം പോലെയാണ് എന്ത്? മഴ മേൽക്കൂരകളിൽ പതിക്കുന്ന ശബ്ദം എന്നാണ് പോയറ്റ് പറയുന്നത്. ഹൗ ഇറ്റ് ഗഷസ് ആൻഡ് സ്ട്രഗിൾസ് ഔട്ട്. ഇനി മഴയുടെ ശബ്ദത്തെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു. ഇനി മഴ എങ്ങനെയാണ് ഗഷസ് എന്ന് വെച്ചാൽ കുതിച്ചു ഒഴുകുക. അപ്പം മഴ എങ്ങനെയാണ് ഇനി കുതിച്ചു ഒഴുകുന്നത്? ഫ്രം ദ ത്രോട്ട് ഓഫ് ദ ഓവർഫ്ലോയിങ് സ്പൗട്ട്. സ്പൗട്ട് എന്ന് വെച്ചാൽ ചീറ്റുക കേട്ടോ. അപ്പോൾ തൊണ്ടയിൽ നിന്ന് ശക്തമായിട്ട് വെള്ളം ചീറ്റുന്നത് പോലെയാണ് എന്ത്? മഴ കുതിച്ചു ഒഴുകുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ മഴ മേൽക്കൂരകളിൽ പതിക്കുന്ന ശബ്ദം എങ്ങനെയാണ്? കുതിരക്കുളമ്പടി പോലെയും. അതുപോലെ മഴ ഒഴുകുന്നത് എങ്ങനെയാണ്? നമ്മുടെ തൊണ്ടയിൽ നിന്നും വെള്ളം ഓവർഫ്ലോ ചെയ്യുന്നത് പോലെയാണ്, ചീറ്റുന്നത് പോലെയാണ്. നമ്മൾ വെള്ളം ചീറ്റിക്കളയില്ലേ, തുപ്പിക്കളയുമ്പോൾ ചീറ്റിക്കളയില്ലേ, അതുപോലെയുമാണ് മഴ ഒഴുകുന്നത് എന്നാണ് പറയുന്നത്. അക്രോസ് ദ വിൻഡോ പെയിൻ ഇറ്റ് പോഴ്സ് ആൻഡ് പോഴ്സ്. ജനൽപ്പാളികൾക്ക് അപ്പുറത്ത് മഴ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. വിൻഡോ പെയിൻ എന്ന് വെച്ചാൽ ജനൽപ്പാളി, പോർ എന്ന് വെച്ചാൽ ഒഴുകുക, ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ആൻഡ് സ്വിഫ്റ്റ് ആൻഡ് വൈഡ് വിത്ത് എ മഡി ടൈഡ്. സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒഴുകുന്നത് മക്കളെ? സ്വിഫ്റ്റ് വിത്ത് സ്വിഫ്റ്റ്. സ്വിഫ്റ്റ് എന്ന് വെച്ചാൽ വേഗത്തിലും വൈഡ് കൂടിയ അളവിലും. വൈഡ് എന്ന് വെച്ചാൽ വീതിയിലും എന്നാണ്. അതായത് നല്ല ഒരുപാട് ദൂരത്തിലും മഴ ഒഴുകുന്നു. വിത്ത് എ മഡി ടൈഡ്. ടൈഡ് എന്ന് വെച്ചാൽ ശരിക്കും വേലിയേറ്റം എന്നാണ് കേട്ടോ മക്കളെ അർത്ഥം. അപ്പം വിത്ത് എ മഡി ടൈഡ് എന്ന് വെച്ചാൽ മഴ അത്രയും ശക്തമായ അളവിൽ മഴ പെയ്യുന്ന സമയത്ത് ചെളിവെള്ളം കുതിച്ചു പോവില്ലേ, അതിനെയാണ് അങ്ങനെ വിത്ത് എ മഡി ടൈഡ് എന്ന് പറയുന്നത്. ലൈക്ക് എ റിവർ ഡൗൺ ദ ഗട്ടർ റോസ്, ദ റെയിൻ, ദ വെൽക്കം റെയിൻ. ഗട്ടർ എന്ന് വെച്ചാൽ നമ്മൾ വെള്ളം ഒഴുകുന്ന ചാലുകളെയാണ് ഗട്ടേഴ്സ് എന്ന് പറയുക. റോർ എന്ന് വെച്ചാൽ എന്താ? അലറുക. അപ്പോൾ മഴവെള്ളം എങ്ങനെയാണ് ഈ ചാലുകളിലൂടെ എല്ലാം അലറി വിളിച്ച് പോവുകയാണ്. അതായത് അത്രയും ശക്തമായാണ് മഴ പെയ്യുന്നത് എന്നർത്ഥം. ദ റെയിൻ, ദ വെൽക്കം റെയിൻ. ആ മഴയെ എന്താണ്? പോയറ്റ് സ്വാഗതം ചെയ്യുകയാണ്, വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ വേനലിൽ പെയ്യുന്ന ആദ്യമായ ശക്തമായ മഴയുടെ ഭംഗിയെക്കുറിച്ചുള്ളൊരു പോയമാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്ത് നോക്കിയാലോ.
ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോയം. ഇനി പോയത്തെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യം. ക്വസ്റ്റ്യൻ 1, വെൻ ഡസ് ദ റെയിൻ ലുക്ക് ബ്യൂട്ടിഫുൾ? മഴ എപ്പോഴാണ് മനോഹരമായി തോന്നുന്നത്? ആൻസർ, ആഫ്റ്റർ ദ ഡസ്റ്റ് ആൻഡ് ഹീറ്റ് ദ റെയിൻ ലുക്സ് ബ്യൂട്ടിഫുൾ. പൊടിക്കും ചൂടിനും ശേഷം മഴ മനോഹരമായി തോന്നുന്നു. ക്വസ്റ്റ്യൻ 2, ഹൗ ഡസ് ദ റെയിൻ അഫക്റ്റ് പീപ്പിൾ ആൻഡ് പ്ലേസസ്? മഴ നാട്ടിലുള്ള ജനങ്ങളെയും അതുപോലെ സ്ഥലത്തെയും എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? ആൻസർ, ദ റെയിൻ വിൽ ഗിവ് ജോയ് ടു പീപ്പിൾ ആൻഡ് ഇറ്റ് കൂൾസ് ദ പ്ലേസസ്. മഴ ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? സന്തോഷം നൽകുന്നു, അതുപോലെ പ്ലേസസ് സ്ഥലങ്ങളൊക്കെ തണുപ്പിക്കുന്നു. ക്വസ്റ്റ്യൻ 3, റൈറ്റ് സം ചേഞ്ചസ് ദാറ്റ് യു ഹാവ് സീൻ ആഫ്റ്റർ എ ഹെവി റെയിൻ. നല്ല ശക്തമായ മഴയ്ക്ക് ശേഷമുള്ള ഉണ്ടാവുന്ന ചില മാറ്റങ്ങൾ എഴുതി നോക്കൂ. ആൻസർ, ഹീറ്റ് വിൽ ഡിസപ്പിയർ. ചൂട് അപ്രത്യക്ഷമാവും. ന്യൂ പ്ലാന്റ്സ് വിൽ സ്പ്രൗട്ട്. പുതിയ ചെടികൾ മുളയ്ക്കും. വാട്ടർ ലെവൽ ഇൻക്രീസസ് ഇൻ റിവേഴ്സ്. നദികളിലൊക്കെ വെള്ളത്തിൻ്റെ അളവ് കൂടും. ക്വസ്റ്റ്യൻ 4, വാട്ട് ആർ ദ തിങ്സ് യു വുഡ് ലൈക്ക് ടു ഡു ഓൺ എ റെയിനി ഡേ? നല്ല മഴയുള്ള ദിവസം നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം? ഐ വുഡ് ലൈക്ക് ടു സ്ലീപ്പ്. എനിക്ക് നല്ലപോലെ മൂടി കൊടുത്തേച്ച് കിടന്നുറങ്ങാനാണ് ഇഷ്ടം. ഇനി നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്നുള്ളത് അവിടെ എഴുതി കൊടുക്കണേ. ക്വസ്റ്റ്യൻ 5, പിക്ക് ഔട്ട് ദ ലൈൻസ് ദാറ്റ് ഡിസ്ക്രൈബ്സ് ദ സൗണ്ട് ഓഫ് റെയിൻ. മഴയുടെ ശബ്ദത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ് ലൈൻസ്, വരികൾ ഈ പോയത്തിൽ നിന്ന് കണ്ടെടുത്ത് എഴുതൂ. ആൻസർ, ഹൗ ഇറ്റ് ക്ലാറ്റേഴ്സ് അലോങ് ദ റൂഫ്സ് ലൈക്ക് ദ ട്രാമ്പ് ഓഫ് ഹൂഫ്സ്. എങ്ങനെയാണ് മേൽക്കൂരകളിൽ ക്ലാറ്റർ ചെയ്യുന്നത്? മഴയുടെ ശബ്ദം ക്ലാറ്റർ ചെയ്യുന്നു. എങ്ങനെയാണ് ആ ശബ്ദം? കുതിരക്കുളമ്പടി പോലെയുള്ള ശബ്ദമാണ് മഴയുടെ ആ ശബ്ദം. ഇനി ക്വസ്റ്റ്യൻ 6, പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം. പോയത്തിൽ നിന്നുള്ള റൈമിംഗ് വേർഡ്സ്. റൈമിംഗ് വേർഡ്സ് എന്ന് വെച്ചാൽ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ടല്ലോ, ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന വേർഡ്സാണ് റൈമിംഗ് വേർഡ്സ്. ആ വേർഡ്സ് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹീറ്റ്, സ്ട്രീറ്റ്, ലെയിൻ, റെയിൻ, റൂഫ്സ്, ഹൂഫ്സ്, ഔട്ട്, സ്പൗട്ട്, വൈഡ്, ടൈഡ്. ഇത്രയും റൈമിംഗ് വേർഡ്സാണ് പോയത്തിൽ ഉള്ളത്. ആക്ടിവിറ്റി 1, യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ് ദ റെയിൻ ഇൻ ഡിഫറെൻറ്റ് വേയ്സ്. റൈറ്റ് യുവർ എക്സ്പീരിയൻസ് ബിലോ. നിങ്ങൾക്ക് മഴയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് നല്ല അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അതിലൊരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം താഴെ എഴുതി കൊടുക്കൂ. One day when I was going to my school, my mother told me to bring my umbrella. ഒരു ദിവസം ഞാൻ സ്കൂളിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ അമ്മ എന്നോട് കുട എടുക്കാനായിട്ട് പറഞ്ഞു. ബട്ട് ഐ ഡിഡിൻറ്റ് ഒബേ ഹെർ. ഞാൻ അമ്മയെ അനുസരിച്ചില്ല. അമ്മ പറഞ്ഞത് അനുസരിച്ചില്ല. ഐ ടോൾഡ് ഹെർ ദാറ്റ് ഇറ്റ് വാസ് ഓൾറെഡി ലേറ്റ്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അത് എനിക്ക് അല്ലെങ്കിൽ നേരം വൈകിട്ടുണ്ടെന്ന് പറഞ്ഞു. On the way to my school, suddenly the sky became cloudy and it started raining. അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് പെട്ടെന്ന് ആകാശമൊക്കെ ഇരുണ്ട് മൂടി മഴ പെയ്യാനായിട്ട് തുടങ്ങി. I ran to a fancy shop and waited for the rain to stop. ഞാൻ തൊട്ടടുത്ത് കണ്ട ഫാൻസി ഷോപ്പിലേക്ക് ഓടി കയറിയിട്ട് മഴ കുറയുന്നതിന് വേണ്ടിയിട്ട് കാത്തിരുന്നു. I was really scared that I would be late for school. ഞാൻ സ്കൂളിലേക്ക് നേരം വൈകുമെന്ന് ശരിക്കും പേടിച്ചു. After a few minutes, the rain stopped and I ran to my school. കുറച്ച് സമയത്തിന് ശേഷം മഴ തോർന്നു. ഞാൻ സ്കൂളിലേക്ക് വേഗം ഓടിപ്പോയി. ആക്ടിവിറ്റി 2, റിഡിൽ റൗണ്ട്. റിഡിൽ എന്ന് വെച്ചാൽ എന്താ മക്കളെ? കടങ്കഥ എന്നാണ് കേട്ടോ അർത്ഥം. ആദ്യത്തെ ഒരു റിഡിൽ നോക്കിക്കേ. ഐ കം ഫ്രം ദ സ്കൈ ബട്ട് ഐ എം നോട്ട് എ ബേർഡ്. ഞാൻ ആകാശത്ത് നിന്നാണ് വരുന്നത്, പക്ഷേ ഞാൻ ഒരു പക്ഷിയല്ല. ഐ ക്യാൻ മേക്ക് യു വെറ്റ്. എനിക്ക് നിങ്ങളെ നനയിക്കാനായിട്ട് സാധിക്കും. ബട്ട് ഐ എം നോട്ട് എ പൂൾ. പക്ഷേ ഞാനൊരു പൂളല്ല. ഐ കം ഇൻ ഡ്രോപ്സ്. ഞാൻ തുള്ളികളായിട്ടാണ് വരുന്നത്. ബട്ട് ഐ എം നോട്ട് എ ടിയർ ഡ്രോപ്പ്. പക്ഷേ ഞാൻ കണ്ണീർ തുള്ളിയല്ല. ഹു ആം ഐ? ഞാൻ ആരാണ്? എന്താണ് ആൻസർ മക്കളെ? റെയിനാണ് അല്ലേ? ഇനി രണ്ടാമത്തേത് നോക്കൂ. യു ഓപ്പൺ മീ വെൻ ദ ക്ലൗഡ്സ് പോർ ഡൗൺ. മേഘങ്ങൾ പെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്നെ തുറക്കും. യു ഫോൾഡ് മീ വെൻ ദ റെയിൻ സ്റ്റോപ്സ്. മഴ നിൽക്കുമ്പോൾ നിങ്ങൾ എന്നെ മടക്കി വയ്ക്കും. വാട്ട് ആം ഐ? ഞാൻ എന്താണ് മക്കളെ? നമ്മൾ മഴ പെയ്യുമ്പോൾ എടുക്കും, മഴ കഴിയുമ്പോൾ മടക്കി വയ്ക്കുന്ന സാധനം എന്താണ്? അംബ്രല്ലയാണ് അല്ലേ? കുട. നൗ റൈറ്റ് ഡൗൺ 2 more riddles. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? 2 riddles കൂടെ ഇവിടെ എഴുതി ചേർത്ത് കൊടുക്കണം. 2 കടങ്കഥകൾ കൂടി ഇവിടെ എഴുതി ചേർത്ത് കൊടുക്കണം. ആദ്യത്തേത് നോക്കൂ. ഐ ഹാപ്പൺ ആഫ്റ്റർ എ ഫ്ലാഷ് ബട്ട് ഐ എം നോട്ട് എ ഫോട്ടോഗ്രാഫ്. യു ഹിയർ മീ ഇൻ എ ബാഡ് സ്റ്റോം ഐ എം ലൈറ്റിങ്സ് അതർ ഹാഫ്. ആൻസർ തണ്ടർ എന്നാണ്. ഇടിയെക്കുറിച്ചുള്ള ഒരു റിഡിലാണ് കേട്ടോ ഇത്. അടുത്തതും തണ്ടറിനെ കുറിച്ചുള്ള ഒരു റിഡിലാണ്. യു ക്യാൻ ഹിയർ മീ റംബിൾ ആഫ്റ്റർ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്നിങ്. ഐ എം നെയിംഡ് ആഫ്റ്റർ തോർ ഹൂസ് ദ നോർസ് ഗോഡ് ഓഫ് ദിസ് തിങ്. ആക്ടിവിറ്റി 3, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർ ഈച്ച് പിക്ചർ. ഓരോ ചിത്രങ്ങളും കണ്ടോ, അതിന് താഴെയുള്ള വാക്കുകളും ശ്രദ്ധിക്കുക. മാച്ച് ദ വേർഡ്സ് വിത്ത് ദെയർ മീനിങ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. നമുക്ക് താഴെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്, സെൻറ്റൻസ് തന്നിട്ടുണ്ട്. ആ സെൻറ്റൻസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് ഇതിൽ നിന്ന് എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വേർഡ്സ് എന്ന് പറയുന്നത് ഡ്രിസിൽ, ഷവേഴ്സ്, ഡൗൺ പോർ, റെയിൻ സ്റ്റോം, സൺ ഷവർ, ഹെയിൽ സ്റ്റോം. ഇത്രയും വേർഡ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് സെൻറ്റൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് എ സഡൻ ഹെവി ഫോൾ ഓഫ് ഹെയിൽ സ്റ്റോൺസ്, അതായത് ആലിപ്പഴ മഴയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ഹെയിൽ സ്റ്റോം ആണ് പറയുക. ലാസ്റ്റത്തെ പിക്ചറാണ് ഹെയിൽ സ്റ്റോം. രണ്ടാമത്തേത് എ വെരി ലൈറ്റ് റെയിൻ ഫോളിങ് സ്ലോലി ആൻഡ് സ്റ്റഡിലി, വളരെ സാവധാനം നേരെയായിട്ട് പെയ്യുന്ന ചെറിയ നേരിയ മഴയെ എന്താണ് പറയുന്നത്, അതിന് നമ്മൾ ഡ്രിസിൽ എന്നാണ് കേട്ടോ പറയുക. ഇനി ഹെവി ആൻഡ് ഇൻറ്റൻസ് റെയിൻഫോൾ, വളരെ ശക്തമായ മഴയ്ക്ക് നമ്മൾ ഡൗൺ പോർ എന്ന് പറയും. ലൈറ്റ് ഫോൾ ഓഫ് റെയിൻ വൈൽ ദ സൺ ഷൈൻസ്, ഇനി വെയിലോട് കൂടിയ മഴയ്ക്ക്, ചെറിയ വെയിലുണ്ട് ആ സമയത്ത് പെയ്യുന്ന മഴ, നമ്മൾ അതിന് സൺ ഷവർ എന്നാണ് പറയുക. എ സഡൻ റെയിൻ അലോങ് വിത്ത് സ്ട്രോങ് വിൻഡ്, നല്ല ശക്തമായ കാറ്റോട് കൂടിയ മഴയ്ക്ക് നമ്മൾ റെയിൻ സ്റ്റോം എന്നാണ് പറയുക. ലൈറ്റ് റെയിൻ ദാറ്റ് കംസ് ആൻഡ് ഗോ, ചെറിയ മഴ പെട്ടെന്ന് പെയ്ത് തോരുന്ന മഴയ്ക്ക് നമ്മൾ ഷവേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് നിങ്ങൾക്ക് റെയിൻ ഇൻ സമ്മർ എന്നുള്ള ചാപ്റ്ററിൽ ചെയ്യാനായിട്ടുള്ളത്. ചെറിയൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് ചാപ്റ്റർ മലയാളം എക്സ്പ്ലനേഷൻ പറഞ്ഞതും അതുപോലെ തന്നെ ആക്ടിവിറ്റീസും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. 5ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകൾ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കില്ലല്ലോ. നിങ്ങളുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ നിങ്ങൾക്കിനി ഏതൊക്കെ പാഠങ്ങളാണ് വേണ്ടതെന്നും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്